അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോഡലിംഗ് വിത്ത് റെക്കറൻസ് റിലേഷൻ ആണ്. അപ്പൊ ഇത് കഴിഞ്ഞ വട്ടം നിങ്ങളുടെ സീനിയേഴ്സിന് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റാബിറ്റിന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയാ കുറച്ചും കൂടി ലെങ്തി ആണ്, ഒന്നും കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ഭയങ്കര എളുപ്പമുള്ളതാണ്. ഈ പോപ്പുലേഷൻ ഓഫ് എ റാബിറ്റ് ട്രിപ്പിൾസ് എവരി മന്ത്. ഇവിടെ എന്തുണ്ടാവുന്നത് വെച്ചാൽ ഓരോ മാസം റാബിറ്റ് ട്രിപ്പിൾ ചെയ്യാണ് ചെയ്യണത്. 3 ടൈംസ് ആവും. അപ്പൊ ആദ്യം ഇനീഷ്യൽ പോപ്പുലേഷൻ 2 ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് മന്ത് ആവണ സമയത്ത് 2 into 3 റാബിറ്റ് ഉണ്ടാവും. പിന്നെ 6 into 3 റാബിറ്റ് ആവും. അത് 18 ആണ്. പിന്നെ 18 into 3 റാബിറ്റ്, അങ്ങനെ പോവും. അപ്പൊ നമ്മളോട് റെക്കറൻസ് റിലേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 4 months. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി. ആദ്യം നമുക്ക് എത്ര റാബിറ്റ് ഉണ്ടായിരുന്നു? ആദ്യം നമുക്ക് 2 റാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ A0 = 2 എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? ഈ 2 എന്താണ് ട്രിപ്പിൾ ആയി. അതായത് 2 into 3 ആയി, 6. അപ്പൊ A2 എന്ത് സംഭവിക്കുന്നത്? 6 into 3 18 റാബിറ്റ്സ് ആയി. ഇനി അടുത്ത മാസം, അതായത് 3rd month എന്ത് സംഭവിക്കുന്നു? 18 into 3 54 ആവും. ലാസ്റ്റ് A4 ആണ്. 54 into 3 അത് നമുക്ക് എത്രയാവും? 162 ആവും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 162. ഇതെങ്ങനെ ഒരു റെക്കറൻസ് റിലേഷനിൽ എഴുതാം? an = 3 times an minus 1. ഇത് എഴുതിയാൽ മതി. അപ്പോ ശരിക്കും പറയാച്ച ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ്? A1 = 3A0. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയേ? 6 കിട്ടിയേ. A2 = 3A1. ഇത് നമുക്ക് ഓൾറെഡി എന്താ കിട്ടിയെന്ന്? A1 എന്താ കിട്ടിയിരുന്നത്? 6 ആണ് കിട്ടിയത്. എന്നിട്ടിപ്പോ 18 ആയി. അത് A3 = 3A2. അതാണ് 18 into 3 54. A4 = 3A3 എന്ന് വരും. അപ്പൊ 54 into 3 162. അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കയറി വരുന്നത്. എളുപ്പല്ലേ? അപ്പൊ ഇതുപോലത്തെ നമ്പേഴ്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, റാബിറ്റിന്റെ ഈ ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ ചെറുതായിട്ട് കംപ്ലീറ്റ് അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം നോക്കാം. ഒരു ഐലൻഡില് യങ് പെയർ ഓഫ് റാബിറ്റ് ഉണ്ട്. ആദ്യം ഒരു പെയർ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഫീമെയിൽ ഒന്ന് മെയിൽ. ഈ പെയർ ഓഫ് റാബിറ്റ് ദാറ്റ് ഡസ് നോട്ട് ബ്രീഡ് അണ്ടിൽ ദേ ആർ 2 months old. 2 months old ആവണ വരെ അവര് ബ്രീഡ് ചെയ്യില്ല. ആഫ്റ്റർ ദേ ആർ 2 months old, ഇപ്പൊ 2 months കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ബ്രീഡ് ചെയ്യും. പിന്നെന്താ ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് ഈ ഒരു ക്വസ്റ്റ്യനില് ഞാൻ ഒരു ഭാഗം വിട്ടു പോയിട്ടുണ്ട്. ആഫ്റ്റർ ദേ ആർ 2 months old, each pair of rabbit produces another pair of rabbit, another pair each month. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് recurrence relation for find a recurrence relation. Find recurrence relation for number of pairs. പെയറിന്റെ നമ്പർ ആണ് ചോദിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് പെയർസ് ഓഫ് റാബിറ്റ് on island after n month, assuming that no rabbit ever die. അപ്പൊ ഈ ഒരു ഭാഗത്താണ് എന്തുണ്ടായത്? ഒരു സെന്റൻസ് വിട്ടുപോയത്. ഫൈൻഡ് റെക്കറൻസ് റിലേഷൻ ഫോർ നമ്പർ ഓഫ് പെയർ ഓഫ് റാബിറ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ മാസമായ സമയത്ത് ഇങ്ങനെയാണ്: ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഫോർത്ത് മന്ത്. ഫസ്റ്റ് മന്ത് ആയിരുന്ന സമയത്ത് ആകെ ഒരു പെയർ ഓഫ് റാബിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? അവര് പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പുതിയ മൊയലും കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടാവണത് കണ്ടോ? എ പെയർ ഓഫ് ഇവിടെ ഉണ്ടാവണത്
എപ്പോഴും 2 റാബിറ്റ് ആണ് അനദർ പെയർ ഓഫ് റാബിറ്റ് എന്നാണ് ഉണ്ടാക്കണത്. എപ്പോഴും ഒരു പെയറിനെയാണ് ഉണ്ടാക്കണത്. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിൽ ആയിട്ടാണ് അവിടെ റാബിറ്റിന് ഉണ്ടാക്കണത്. അപ്പൊ സെക്കൻഡ് മന്ത് വന്നപ്പോഴും ഇതേ സെയിം റാബിറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് മന്ത് വന്നപ്പോ ഇവരും ഉണ്ട്, പ്ലസ് വേറെ എന്താണ് ഇപ്പൊ ഈ ഫസ്റ്റില് ജനിച്ച ആ റാബിറ്റുകളും കൂടി കയറി വരും. അപ്പോ ആരും കൂടി കയറി വന്നു? ഈ ചെറിയ റാബിറ്റുകളും കൂടി ഇവിടെ കയറി വന്നു. അപ്പൊ ഫോർത്ത് മന്ത് ആവണ സമയത്ത് അപ്പൊ ആരൊക്കെ ഉണ്ടാവുക? ഒന്ന് ഇവിടുത്തെ ആൾക്കാരുണ്ടായിരിക്കും, പിന്നെ എന്താണ് അടുത്ത മാസാവണ സമയത്ത് ഒരു എന്താണ് കുഞ്ഞു റാബിറ്റുകൾ കൂടി വേറെ ഉണ്ടാവില്ലേ? സെക്കൻഡ് മന്തിലും പെയർ ഓഫ് റാബിറ്റുകൾ ഉണ്ടാവില്ലേ? അപ്പോ ഇവരുണ്ട്. ദെൻ അടുത്ത ആൾക്കാരാരാ? ഈ ഫസ്റ്റ് മന്തില് ഉണ്ടായ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് മന്തിൽ ഉണ്ടായ കുട്ടികളും കൂടി കയറി വരും ഇല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് മന്തിലാകെ ഒരു പെയർ ഉണ്ടായിരുന്നുള്ളൂ, സെക്കൻഡ് മന്തിലാകെ ഒരു പെയർ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് മന്ത് ആയപ്പോ നമുക്ക് എത്ര പെയർ വന്നു? 2 പെയർ വന്നു. ഫോർത്ത് മന്ത് ആയപ്പോ നമുക്ക് എത്ര പെയർ വന്നു? 3 പെയേഴ്സ് വന്നു അല്ലേ? ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കണ്ടോ? ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനിച്ച ചിൽഡ്രൻ ആണ്. അവരൊരിക്കലും ബ്രീഡ് ചെയ്യില്ല. അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മന്ത്സിൽ എന്ത് ചെയ്യില്ല, ഫസ്റ്റ് 2 മന്ത്സ് ഇവര് ബ്രീഡ് ചെയ്യില്ല എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്തായി? ഫസ്റ്റ് മന്തിലാകെ ഒരു പെയർ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് മന്തിൽ എത്ര പെയറുണ്ട്? ഒരു പെയറുണ്ട്. തേർഡ് മന്ത് ആയപ്പോ ഈ ഫസ്റ്റ് ഉണ്ടായിരുന്ന കുട്ടികളും കൂടി റെഡിയായി. അപ്പോ അവിടെ എത്ര പെയറുണ്ട്? 2 പെയറുണ്ട്. ഫോർത്ത് മന്തിലായപ്പോ ഈ ഒരു പെയറും പിന്നെ ഇവിടെ ജനിച്ച ഫസ്റ്റ് സെറ്റ് ഓഫ് കുട്ടികളും പിന്നെ സെക്കൻഡ് സെറ്റ് ഓഫ് കുട്ടികളും, അങ്ങനെ 3 പേരായി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മാത്സിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഫിബൊനാച്ചി സീക്വൻസ് എന്നാണ് ഇതിനെ പറയുക. ആദ്യത്തെ 2 എണ്ണം 1, പിന്നെ എന്ത് ചെയ്തു? ഇത് 2 എണ്ണം ആഡ് ചെയ്തപ്പോ 2 കിട്ടി, പിന്നെ അടുത്തത് ഇത് 2 എണ്ണം ആഡ് ചെയ്തപ്പോ 3 കിട്ടി, അങ്ങനെ പോകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടെ എന്താ പറഞ്ഞേ? an ഈക്വൽ ടു an-1 പ്ലസ് an-2 ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ട് a11 a21 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. at month 0 there are only 1 pair of rabbit, അതുകൊണ്ട് a1 ഈക്വൽ ടു 1. മന്ത് 0ത്തെ കാര്യമാണ് ഞാൻ a1 ആയിട്ട് എടുത്തിട്ടുള്ളത്. ആഫ്റ്റർ അറ്റ് മന്ത് 1 there are still only 1 pair of rabbit, അതുകൊണ്ട് എനിക്ക് a2 ഈക്വൽ ടു 1. പിന്നെ ഈ റാബിറ്റുകളൊന്നും മരിക്കണില്ല. അപ്പോ ലാസ്റ്റ് മന്തിൽ ശരിക്കും പറഞ്ഞാൽ എത്ര ഉണ്ടാവും? an ഈക്വൽ ടു an-1 പ്ലസ് an-2. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? an എന്താന്ന് എഴുതിയിട്ടില്ല, അതും കൂടി കറക്റ്റ് ആയിട്ട് എഴുതണം. an be the number of pairs at the end of the month. an be number of pairs of rabbit at എന്താ പറയാ? end of the month end of month എന്നും കൂടി എഴുതണം. അടുത്ത നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എ പേഴ്സൺ ഇൻവെസ്റ്റ് ₹10,000 at 10% ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആനുവലി. ഹൗ മച്ച് വിൽ ബി അക്കൗണ്ട് ആഫ്റ്റർ 20 years എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് n എമൗണ്ട് ആഫ്റ്റർ n years ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ a0 ആയിട്ട് എന്ത് ഞാൻ ചൂസ് ചെയ്തു? 10,000 ചൂസ് ചെയ്തു. ഇൻട്രസ്റ്റ് എത്രയാണ്? 10% എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ചെറിയ കുട്ടിയിലാണ് നമ്മൾ 7ൽ 8ലൊക്കെ പഠിക്കുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല p × 1 + r/100 raised to n എന്നുള്ളത്. അപ്പൊ ഇവിടെ r-ന്റെ വാല്യൂ ആണ് എന്ത്? 10, a0-ന്റെ വാല്യൂ ആണ് 10,000. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? a0 എന്താണ്, a1 എന്താന്നൊക്കെ കണ്ടുപിടിക്കണം. a0 ഇവിടെ 10,000 എന്ന് മനസ്സിലായി. a1 എന്ന് പറയുമ്പോ എന്ത് വരും? നമുക്ക് 1 + 10/100 a0 എന്ന് കയറി വരും അല്ലേ? അപ്പോ ഇത് എത്രയാണ്? 110/100
into 10,000. അപ്പോൾ ഈ ഫാക്ടർ എന്താണ് 1.1 a0 എന്ന് പറയാം. a1 equal to 1.1 a0 എന്ന് വരും. അടുത്തത് a2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക 1.1 സ്ക്വയർ a0 എന്ന് കിട്ടും അല്ലേ. ഇതിന്റെ കൂടെ ഒരു എന്തും കൂടി ഇൻറ്റു ചെയ്യും 1.1 ഇൻറ്റു ചെയ്യും. അങ്ങനെ പോയി നമ്മളോട് ചോദിച്ചത് a20 ആണ്. അപ്പോൾ 1.1 raised to 20 ഇൻറ്റു a0. a0 എന്താണ് ഇവിടെ വാല്യൂ തന്നിട്ടുള്ളത് 1.1 raised to 20 ഇൻറ്റു a0ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത് 10,000 ആണ്. അപ്പൊ ഇതിൽ റെക്കറൻസ് റിലേഷനിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം an equal to 1.1 an minus 1 എഴുതാം. പിന്നെ അതിൽ നമുക്ക് വേണമെങ്കിൽ a0 equal to 10,000 കൊടുക്കാം. റെക്കറൻസ് റിലേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അടുത്തത് ബിറ്റ് കൗണ്ട് ചെയ്യണ പ്രോബ്ലം ആണ്. അപ്പോൾ ഫൈൻഡ് ദ റെക്കറൻസ് റിലേഷൻ ആൻഡ് ഗീവ് ദ ഇനീഷ്യൽ കണ്ടീഷൻ for number of bit string of length 10 that does not have two consecutive zeros. ഒരു ബിറ്റിൽ നമുക്ക് എങ്ങനെയാണ് വാല്യൂസ് വരുന്നത് 0യും 1 ആണ് വാല്യൂസ് വരുന്നത് അറിയാലോ. അപ്പൊ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, രണ്ട് കോൺസിക്യൂട്ടീവ് സീറോസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ എനിക്ക് ബിറ്റ് 1 ആദ്യത്തെ ബിറ്റ് ഓഫ് ലെങ്ത് 1 ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ എത്ര പെയേഴ്സിന് കിട്ടും 1ഉം 0യും. കാരണം ഇതിൽ ആകെ ഒരു ലെങ്ത് ഉള്ളു. അപ്പൊ എങ്ങനെയായാലും രണ്ട് ലെങ്ത് ഉള്ള രണ്ടെണ്ണം അടുപ്പിച്ച് 0 വരരുത് എന്നാ, എന്തായാലും വരില്ല. അപ്പോ അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടി 2 എണ്ണം ഉണ്ട് കിട്ടി. ഇനി ഞാനെനിക്ക് ബിറ്റ് ഓഫ് ലെങ്ത് 2 എടുത്തപ്പോ അതില് ആരൊക്കെയാണ് വരാൻ പാടില്ലാത്ത, അടുപ്പിച്ച് 2 0 വരരുത് എന്നല്ലുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ 0 1 വരാം, 1 0 വരാം, 1 1 വരാം. അപ്പൊ നമുക്ക് a2ന്റെ വാല്യൂ ബിറ്റ് ഓഫ് ലെങ്ത് 2 ആണെങ്കിൽ a2 ഫസ്റ്റിൽ എഴുതണം an denote number of bit strings. അപ്പൊ ഇവിടെ a1ന്റെ വാല്യൂ എനിക്ക് 2 എന്ന് കിട്ടി, a2ന്റെ വാല്യൂ 3 എന്ന് വന്നു. ഇനി ഞാൻ എടുക്കാണ് an the number of bit strings of length 10 that does not have two consecutive zeros. a എന്ന് പറയുന്നത് എന്താണ്? സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് a-ന്റെ കാര്യമല്ല, an minus 1ന്റെ കാര്യമാണ്. എന്നിട്ട് നമ്മൾ an-ൽ പ്രൂവ് ചെയ്യാണ്. Let an minus b 1 be number of bit string of length n minus 1 that do not have two consecutive zeros. an minus ഇത് ഏകദേശം നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഞാൻ എന്തെടുത്തു let an minus 1 be number of bit string of length n minus 1 that do not have two consecutive zeros. n minus 1 വരെ ഈ സാധനം വർക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ an-ൽ എങ്ങനെയായിരിക്കും ഫോർമുല ഉണ്ടാവണേന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എഴുതാ an b number of bit string of length n എടുത്തു. ബിറ്റ് സ്ട്രിങ് ഓഫ് ലെങ്ത് n എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പൊ അതിന് ഞാൻ ഓരോ കേസുകളായിട്ട് ചെയ്യാണ്. കേസ് 1ല് എന്താ ഉണ്ടാവണേ വെച്ചാ ഞാന് ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു 1 കൊടുത്തു. അപ്പൊ എന്തായാലും ഈ n minus 1ൽ ഇത് വർക്ക് ആവുന്നുണ്ടെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പോ ഈ an minus 1ൽ ഇത് ഓക്കെ ആണ്. ഇനി കേസ് 2ല് ഞാൻ എന്തെടുത്തു, ഇവിടെ 0 എടുത്തു. ഇവിടെ 0 എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ 0 വരാൻ പാടില്ല. ഇവിടെ 0 വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് വരണം 1 വരണം. അപ്പൊ ഇവിടെ എത്ര ലെങ്ത് ബാക്കിയുണ്ട്, അപ്പോ n minus 2 ബാക്കിയുണ്ട്. അപ്പോ നമുക്ക് എന്ത് എഴുതാം an equal to an minus 1 plus an minus 2. ഇതിലെ a1ന്റെ വാല്യൂ a2ന്റെ വാല്യൂ ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. a1ന്റെ വാല്യൂ 2, a2ന്റെ വാല്യൂ 3. ഇതിൽ എന്തൊക്കെ സെന്റൻസുകൾ എഴുതണം? if string is end with 1 then n minus 1 bit form a valid string of length n minus 1, therefore an minus 1 string. ഇനി എന്താ പറയണം, if string is end with 0 then n minus 2 form valid string of length 2, therefore an minus 2 string.
ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നതാണ്. എങ്ങാനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇതേപോലത്തെ മോഡൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളതൊന്നല്ല, ഞാൻ ജസ്റ്റ് എഴുതിയതാണ്. ഫൈൻഡ് എ റെക്കറൻസ് റിലേഷൻ ഫോർ നമ്പർ ഓഫ് ബിറ്റ് സ്ട്രിംഗ് ഓഫ് ലെങ്ത് n ദാറ്റ് കണ്ടെയ്ൻ 3 കോൺസിക്യൂട്ടീവ് സീറോസ്. അടുപ്പിച്ച് എത്ര സീറോസ് വേണം? 3 സീറോസ് വേണം എന്നാണ് അവർ പറയണത്. അപ്പൊ വൺ ലെങ്ത് ഉള്ള ബിറ്റ് ആണെങ്കിൽ അതിൽ എങ്ങനെ എനിക്ക് അടുപ്പിച്ച് 3 സീറോസ് വെക്കാൻ പറ്റുക? അത് പറ്റില്ല. 2 ലെങ്ത് ഉള്ള ബിറ്റ് ആണെങ്കിൽ എനിക്ക് അതും പറ്റില്ല. 3 ലെങ്ത് ഉള്ള ബിറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് എന്ത് പറ്റും? അത് പറ്റും. A3 അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് കണ്ട 3 അടുപ്പിച്ച് സീറോസ് ഞാൻ വെച്ചു. ഇനി എനിക്ക് ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കണം. അത് ഞാൻ വരച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? നേരത്തെ പോലെ തന്നെ n-1 ഇങ്ങനെ വാലിഡ് ആയിട്ടുള്ള ബിറ്റുകളാണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇവിടെ 1 വെച്ചിട്ടുണ്ടെങ്കിൽ ഈ n-1 നമുക്ക് ആവശ്യമുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി? an equal to an-1 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേസിൽ വരണത്, ഇവിടെ ലാസ്റ്റ് എൻഡ് ചെയ്യണത് 0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 0 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരും? 2 കേസസ് വരും. ഇപ്പൊ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ 0 ആണ്, 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? n-2 എന്ന് വന്നു. ഇനിയിപ്പോ അടുത്ത ഇതിൽ തന്നെ നമുക്ക് ഏത് കേസ് വരാം? 0 വന്നു, അടുത്തത് 0 വന്നു. അപ്പോഴും നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഈ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയായിരിക്കും? 0 അടുത്തത് എനിക്ക് 0 ആവാം. അതേപോലെ തന്നെ അടുത്ത കേസിൽ എന്ത് വരാം? ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നു, ഇവിടെ എനിക്ക് 1 വരാം. ഇവിടെ 1 വരികയാണെങ്കിൽ നമുക്ക് ബാക്കി എന്ത് വന്നിട്ടുണ്ട്? സാധാ പോലെ നമുക്ക് n-3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ ഓൾറെഡി അവര് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു ഇല്ലേ? അവര് പറഞ്ഞത് എന്താ? 3 കോൺസിക്യൂട്ടീവ് സീറോസ് ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞ്. അപ്പൊ എനിക്ക് ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ 0 or 1 വരാം. ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 0 or 1 വരാം. ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 0 or 1 വരാം. അപ്പൊ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 പോസിബിലിറ്റി, ഇവിടെ 2 പോസിബിലിറ്റി, ഇവിടെ 2 പോസിബിലിറ്റി, അങ്ങനെ അങ്ങനെ നമുക്ക് പറയാം. അപ്പോ ഇവിടുന്ന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടുന്നു? an equal to ആദ്യത്തെ നമ്മൾ എടുത്തത് ഇതാണ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് ഇതായിരുന്നു. അതിന് ഞാൻ an-1 എഴുതി. രണ്ടാമത്തെ ഞാൻ കൺസിഡർ ചെയ്തത് ഇതാണ്. അതിന് ഞാൻ an-2 എന്ന് എഴുതി. മൂന്നാമത് എനിക്ക് 2 കണ്ടീഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സാധാ പോലെ an-3. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? ഇവിടെ 3 സീറോസ് വരികയാണെങ്കിൽ ബാക്കി എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് എനിക്ക് എന്ത് മനസ്സിലായത്? 2 raised to n-3. കാരണം ഇവിടെ n-3 ആണ് ഇതിന്റെ ലെങ്ത്. ഓരോന്നിലും എനിക്ക് എന്ത് വരുന്നുണ്ട്? ഇവിടുന്ന് 2 പോസിബിലിറ്റി വരുന്നുണ്ട്, ഇവിടുന്ന് 2 പോസിബിലിറ്റി വരുന്നുണ്ട്. ഓരോ ബിറ്റിന്റെ ഇതിന്നും എനിക്ക് 2 2 2 എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെയാണ് ഞാൻ എന്ത് ഫോർമുല ഉണ്ടാക്കിയത്? an-1 plus an-2 plus an-3 plus 2 raised to n-3 എന്നുള്ള ഫോർമുലയിലേക്ക് എത്തിയത്. അങ്ങനെയാണെങ്കിൽ a4ന്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് എ റെക്കറൻസ് റിലേഷൻ ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ വാട്ട് ആർ ഇനീഷ്യൽ കണ്ടീഷൻ? a1 equal to 0, a2 equal to 0, a3 equal to 0 അതും കണ്ടുപിടിച്ചു. How many bit strings of length 7 contain 3 consecutive zeros? അതിനർത്ഥം നമ്മൾ a4, a5, a6, a7 ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം എന്ന്. അപ്പോ a-ന്റെ ഫോർമുല ഇതാണ്. a4 കിട്ടാൻ വേണ്ടിയിട്ട് a3 plus a2 plus a1 plus 2 4 minus 1 അത് 1 ആണ്. അപ്പൊ നമുക്ക് വാല്യൂ എന്ത് കിട്ടി? 0 plus 0 plus 1 plus 2. 1 plus 2 എന്താണ്? 3. അടുത്ത നമ്മൾ ചെയ്യുന്ന സമയത്ത് a4 plus a3 plus a2 plus 2 എന്തും കൂടി കയറി വരും 2 raised to n-3 എന്നല്ലേ? ഇപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ 5 ആയിട്ടുണ്ട്. 5 minus 3 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? അപ്പൊ നമുക്ക് വാല്യൂസ് നോക്കുന്ന സമയത്ത് എന്ത് വരുന്നു? a4
ഈക്വൽ ടു 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ A5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 പ്ലസ് A4 3 പ്ലസ് A3യുടെ വാല്യൂ 1 പ്ലസ് 2 സ്ക്വയർ എന്ന് വരും അല്ലേ. 2n-3 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ എനിക്ക് A5ന്റെ വാല്യൂ ഇത് വന്നു 3 പ്ലസ് 1 4 പ്ലസ് 4 ഈക്വൽ ടു 8 വന്നിട്ടുണ്ട്. ഇതിലുള്ള വാല്യൂസ് നോക്കണ്ട, അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് A6ന്റെ വാല്യൂ ആണ്. A6ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ A5 പ്ലസ് A4 പ്ലസ് A3 പ്ലസ് 2 ക്യൂബ് കിട്ടും. അപ്പോൾ A5ന്റെ വാല്യൂ 8 പ്ലസ് A4ന്റെ വാല്യൂ 3 പ്ലസ് A3യുടെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയേക്കണത് 1 പ്ലസ് 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 വീണ്ടും 8 വന്നു. 8 പ്ലസ് 8 16 പ്ലസ് 4 20 വന്നു. ഇനി നമുക്ക് A7 അല്ലേ വേണ്ടിയിരുന്നത്. A7 ഈക്വൽ ടു A6 പ്ലസ് A5 പ്ലസ് A4 പ്ലസ് 2⁴. അപ്പൊ A6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 പ്ലസ് 8 പ്ലസ് A4ന്റെ വാല്യൂ 3 പ്ലസ് 16. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും 47 വരും. അപ്പോൾ ഇതാണ് A7ന്റെ വാല്യൂ. ഞാൻ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എടുത്തിട്ടതാണ്, നിങ്ങളുടെ ഇതിലില്ല. മറ്റേതുണ്ട്, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഏകദേശം ഇങ്ങനത്തെയൊക്കെ വന്നതിന് എങ്ങനെ ചെയ്യണോ എന്ന് നോക്കിയതാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഹനോയി ടവർ. ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ ഹനോയി ടവറിന്റെ പ്രോബ്ലംസ്. അങ്ങനെ പ്രോബ്ലം ആയിട്ടല്ല, നമ്മൾ ഇതൊരു ഗെയിമായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ടാവണ വെച്ചാ ഈ ഹനോയി ടവറിന് ഇതേപോലെ 3 ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനത്തെ കട്ടിരുന്നിട്ട് നമുക്ക് കളിക്കണ കാണാം. അപ്പൊ എന്തുണ്ടാവണത് 3 ഡിഫറെന്റ് ലെങ്തിലുള്ള ഒരു ബ്ലോക്സ് ഡിസ്ക് നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ 3 അതിടാനുള്ള അതിടാനുള്ള പെഗുകൾ ഉണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ പെഗ് ആണ് വിളിക്കുക. കണ്ടോ, ഇങ്ങനത്തെ 3 എണ്ണം ഇടാനായിട്ട് നമുക്ക് ഉണ്ട്. ഇതിന്റെ കണ്ടീഷൻസ് എന്താച്ചാ, നമുക്ക് വലുതിന്റെ മുകളിലാണ് നമുക്ക് ചെറുതിനെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഇനീഷ്യലി ഓൾ ഡിസ്ക് ആർ സ്ലാക്ക്ഡ് ഓൺ ദ ഫസ്റ്റ് പെഗ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ്. അപ്പോ ഏറ്റവും താഴെ ഉണ്ടാവുന്നത് വലുത്, പിന്നെ കുഞ്ഞീത് അങ്ങനെയാണ് ഇത് വെക്കണത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ഡിസ്ക് ആയിരിക്കും എവിടെ ഉണ്ടാവണത്, ബോട്ടത്തിൽ ഉണ്ടാവണത്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം ഒരു ഡിസ്ക് ആണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ ഉണ്ടാവണേ, വലുതിന്റെ മുകളിൽ നമുക്ക് ചെറുതിനെ വെക്കാൻ പറ്റുള്ളൂ. ചെറുതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വലുത് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാ, എല്ലാത്തിനെയും നമുക്ക് ഫസ്റ്റ് പെഗിന്റെ മുകളിൽ നിന്ന് സെക്കൻഡ് പെഗിന്റെയിലേക്ക് അറേഞ്ച് ചെയ്യണം. ആ അറേഞ്ച്മെന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ തന്നെ വലിയ ഡിസ്ക് എവിടെ വരണം, താഴ്ത്ത് വരണം. അതിന്റെ മുകളിൽ അതിനേക്കാളും കുറച്ച് കുഞ്ഞീത് അങ്ങനെ നമ്മൾ വെക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു റെക്കറൻസ് റിലേഷൻ ഉണ്ടാക്കാനാണ് പറയണത്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു, HN denote മിനിമം നമ്പർ ഓഫ് മൂവ്സ് റിക്വയർഡ് ടു സോൾവ് ദ ഹനോയി പസിൽ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ പോയിട്ട് യൂട്യൂബിൽ നോക്കുക, ഹനോയി പസിൽ യൂസിങ് 3 ഡിസ്ക് നോക്കുക. ഞാനിവിടെ വരച്ചിട്ടൊക്കെ ഉണ്ട്. ഇതായിരുന്നു എൻ്റെ 3 ഡിസ്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എവിടേക്ക് മാറ്റണം, ഈ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ ഈ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, ഈ ചെറുതിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഈ രണ്ടാമത്തേനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ചെറുതിനെ എടുത്തിട്ട് ഇവിടേക്ക് വെച്ചു. പിന്നെ നാലാമത്തെ സ്റ്റെപ്പിൽ അപ്പൊ എനിക്ക് എന്തായി, ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഏറ്റവും വലിയ ആൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ എയിം ഇത് ഡിക്രീസിങ് ഓർഡറിൽ കൊണ്ടുവയ്ക്കണം എന്നാണ്. അപ്പോ ഈ 1 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ 2 എടുത്തിട്ട് ഞാൻ ഇത് ഇവിടേക്ക് വെച്ചു. ആൻഡ് ലാസ്റ്റത്തെ 1നെ എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൊത്തം നമുക്ക് 7 സ്റ്റെപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ എനിക്ക് എന്താ പറയാ, ഒറ്റ ഇതുള്ളൂ, ഒരു ഡിസ്ക് ഉള്ളൂണെങ്കിൽ
3 പെഗ് ഉണ്ട്, ഒരു ഡിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, കാരണം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഈ ഡിസ്ക് ഇങ്ങോട്ട് എത്തും. ഇനി എനിക്ക് നേരെ മറിച്ച് 2 ഡിസ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 3 ഡിസ്കിന്റെ കാര്യമാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞ്, അതായത് നമുക്ക് കുറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാൻ പറ്റണതിനൊരു പരിധിയില്ലേ. അപ്പോ ഇതാ ഞാൻ 2 ഡിസ്കിനെ വെച്ചു. ഇനി എനിക്ക് ഇതിനെ ഇങ്ങോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര മൂവ് ഉണ്ടാവും? 3 മൂവ്സ് ഉണ്ടാവില്ലേ? ആദ്യം ഞാൻ ഈ റെഡിനെ എടുത്തിട്ട് മാറ്റി. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഈ പിങ്കിനെ എടുത്തിട്ട് ഈ വലുതിനെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വെക്കും. തേർഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? തേർഡ് സ്റ്റെപ്പിൽ അപ്പൊ ഈ കുഞ്ഞീത് ഇവിടെ ഉണ്ടാവും അല്ലെ? തേർഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഇങ്ങോട്ട് പോയി, സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ ഇതിന് ഇങ്ങോട്ട് വെച്ചു, തേർഡ് സ്റ്റെപ്പിൽ ഞാൻ ഈ ചെറുതിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോ ആക്ച്വലി ഇതിൽ എത്ര സ്റ്റെപ്പ് വന്നു? H2 ആവുമ്പോ 3 സ്റ്റെപ്പാണ് വരുന്നത്, H3 ആവുമ്പോ 7 സ്റ്റെപ്പാണ് വരുന്നത്. ഇത് ഇങ്ങനെ പറയണേക്കാളും ആകെ ഒരു 1 മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആയിരിക്കും എന്ത് പറയാ ഹനോയി ടവർ പസിൽ യൂസിങ് 3 ഡിസ്ക് എന്ന് അടിച്ചു കൊടുക്കുമ്പോ എന്നിട്ട് അതിൽ പ്രത്യേകം എടുത്ത് പറയണം യൂസിങ് മിനിമം 7 സ്റ്റെപ്പ് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണേ നമുക്ക് കാണും. അപ്പൊ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? HN denote minimum number of moves required to solve the Hanoi puzzle എന്ന് കൊടുത്തു. Top n-1 move disk to third peg requires HN-1 moves. അപ്പൊ നമ്മളുടെ കേസിൽ പറയാച്ചാ ഇവിടെ HN-1 എന്ന് പറയുന്നത് എന്താ? ഇവിടെ H2 ആണ്. ടോപ്പ് n-1 ഡിസ്ക് ടു തേർഡ് പെഗ് നമുക്ക് 3 മൂവ്സിലല്ലേ ഉണ്ടായിട്ടുള്ളത്. നോക്ക്, ഇവിടെ 2 ഡിസ്കുകൾ ലാസ്റ്റ് ഈ തേർഡ് പെഗിലേക്ക് വന്നത് 3 സ്റ്റെപ്പിലൂടെയാണ് വന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ടോപ്പ് n-1 ഡിസ്ക് ടു തേർഡ് പെഗ് റിക്വയർസ് HN-1 മൂവ്സ്. ലാസ്റ്റത്തെ എന്താ പറയാ? പിന്നെന്താ ചെയ്ത? ആ ലാർജസ്റ്റിനെ എടുത്തിട്ട്, ഇതല്ല നമ്മുടെ ലാർജസ്റ്റ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലാർജസ്റ്റിന് നമുക്ക് സെക്കൻഡ് പെഗിലേക്ക് കൊണ്ടുവരാൻ ഒരു മൂവ്, അതാണ് ഞാൻ ഇവിടെ 1 കൊടുത്തേക്കണത്. ഇനി ലാസ്റ്റത്തെ എന്തുണ്ടായേ? ദ റിമൈനിങ് n-1 ഡിസ്ക് മൂവ് ടു സെക്കൻഡ് പെഗ് റിക്വയർസ് നേരത്തെ പോലെ HN-1 മൂവ്, അതായത് ഇവിടുത്തെ നമ്മൾ 3 മൂവ്. അപ്പൊ നമ്മള് മൊത്തത്തില് ഇതിലിപ്പോ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് റെക്കറൻസ് റിലേഷൻ ചെയ്യുന്ന സമയത്ത് HN = HN-1 + 1 + HN-1 ആണ് കിട്ടിയത്. ആദ്യം നമ്മൾ 3 മൂവ് ചെയ്തു, പിന്നെ ആ വലുതിന് രണ്ടാമത്തേക്ക് കൊണ്ടുവരാൻ ഒറ്റ മൂവ് ചെയ്തു, പിന്നെ ആ 2 എടുത്തിട്ട് ആ നടുക്കിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും 3 മൂവ് ചെയ്തു. അപ്പോ എന്ത് കിട്ടി? 2HN-1 + 1 പിന്നെ H1ന്റെ വാല്യൂ 1 എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ റെക്കറൻസ് റിലേഷൻ കിട്ടി. ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റില് പറയണത്. അപ്പോ ഇതൊന്ന് നോക്കി വെക്കുക, അത് മനസ്സിലാക്കുക, മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെ